ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം സമയം ഒരു 7:45 ആയിട്ടുണ്ടാവും. ഇവിടെ നേരത്തെ ആർക്കും പോകാനില്ലാത്തതുകൊണ്ട് ഇത്ര ലേറ്റായിട്ട് എഴുന്നേറ്റതും. അപ്പോൾ ഞാനും നാത്തൂനും കൂടിയാണ് പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നാത്തൂന് പരുത്തി തരുന്നു, ഞാൻ ചുടുന്നു. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ് നമ്മൾ ഓരോ പണികളിലേക്ക് പോയത്. അപ്പോൾ ഇവിടെയൊക്കെ തലേന്നത്തെ ഏതായി കറിയുള്ളത് അതാണ് യൂസ് ചെയ്യാറ്. കറി ഇല്ലെങ്കിൽ വേറെ കറി ഉണ്ടാക്കാറാണ് ചെയ്യാറ്. അപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല അവിടെ. എത്ര ആൾക്കാരാണ് ചായ കുടിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ചായയൊക്കെ കാച്ചാറ്. അപ്പോൾ നമ്മളാകെ 3 ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള പാത്രത്തിലാണ് വെച്ചത്. ഇപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ നിലത്ത് നിന്നിട്ടാണ് ചായ കുടിക്കുന്നത്. ഇവിടെ കുറച്ച് പണിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ടേബിളൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ താഴത്തിരുന്നിട്ടാണ് ചായ കുടി. അപ്പോൾ ചായയൊക്കെ കുടിച്ച് റൂമിലേക്ക് പോയപ്പോൾ ഇതാണ് എൻ്റെ റൂമിൻ്റെ അവസ്ഥ. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ റൂം നല്ല അലങ്കോലമായി കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പിന്നെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഭാഗത്ത് തിരുമ്പിയ മടക്കി വെക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തിരുമ്പിയ മടക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. ഞാൻ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. കാരണം നമ്മൾ ഈ വീഡിയോസിൽ അത്ര ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ തിരുമ്പിയെല്ലാം മടക്കിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പം ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാം, അൽമാറി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ മോള് കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു. തിരുമ്പ് ഞാൻ മടക്കിയേക്കും, അവ എടുത്ത് വലിച്ചെറിയും. അങ്ങനത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അൽമാറിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് അത് കഴിഞ്ഞപ്പോൾ ഇനി ബാക്കിയുള്ള പരിപാടി എന്ന് വെച്ചാൽ പുതപ്പ് മടക്കിയൊക്കെ അടിച്ച് വാരി തുടയ്ക്കുക, ഷോക്കേസും കാര്യങ്ങളൊക്കെ കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതിനിടെ മോള് അലമ്പാക്കി അവൾക്ക് വേണ്ടതെല്ലാം കൊടുത്ത്. അപ്പോൾ കുറച്ച് സമയം അങ്ങനെ തന്നെ പോയി. അപ്പോൾ ഇനി നമ്മളെ പണികൾ ബാക്കിയായിരിക്കുകയാണ്. അങ്ങനെ അവളെ അലമ്പൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞതിന് ശേഷം ഷോക്കേസ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അവിടെ കുറച്ച് തുടയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തൊടിയിലേക്കും ഒക്കെ പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് അടിച്ച് വരാമെന്ന് വിചാരിച്ചപ്പോൾ അവൾക്ക് ടോയ്സും വേണമെന്ന് പറഞ്ഞാൽ അവൾ വാശി പിടിക്കാൻ തുടങ്ങി. അങ്ങനെ ടോയ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവളൊന്ന് സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം റൂമെല്ലാം വൃത്തിയാക്കി എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ സെറ്റാക്കി കഴിഞ്ഞു. അങ്ങനെ അവളെ കുളിപ്പിച്ച് അവളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവൾക്ക് കോഴിമുട്ട കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കോഴിമുട്ടയൊക്കെ കൊടുത്തതിന് ശേഷം അവൾ ഉറങ്ങിയതിന് ശേഷം ഞാൻ പില്ലോ വെച്ചിട്ടോ താഴത്തേക്ക് ബാക്കി പരിപാടികൾ ഇനിയും കിടക്കാനും. അപ്പോൾ എന്താണെന്നറിയില്ല, എൻ്റെ മോള് തൊട്ടിലേക്ക് എടുക്കത്തില്ല. തൊട്ടിൽ കിടന്ന് അപ്പം എഴുന്നേക്കും. അപ്പോൾ ഈ പില്ലോ വെച്ചിട്ടാണ് ഞാൻ പോവാറ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കേണ്ട ഒരു ടാസ്ക് തന്നെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടിച്ച് വരി തുടയ്ക്കാൻ വേണ്ടി പോയി. അപ്പം ഫുഡെല്ലാം അമ്മയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ വീഡിയോ എന്താ എങ്ങനെയെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഈ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തതാണ്. ഞാനിത് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള മടിയോണ്ട് ഞാൻ അങ്ങനെ തന്നെ എടുത്ത് വെച്ച് അതിൽ ബാക്കി വീഡിയോ ഷോർട്സിലുണ്ടായിരുന്നു കേട്ടോ. ഷോർട്സിൽ കുറച്ച് കട്ടിങ് വീഡിയോ ഒക്കെ ആക്കിയിട്ട് ഞാൻ ഇതിൽ ഇട്ടിരുന്നു. അപ്പോൾ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയൊരു വീഡിയോ ആക്കിയിട്ടാണ് ഞാൻ ഇട്ടത്. അധികം ക്ലിപ്സും കാര്യങ്ങളൊന്നും ആഡ് ആക്കിയിട്ടില്ല. അപ്പോൾ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും വീഡിയോസുകൾ വരുന്നതായിരിക്കും.